പാലക്കാട് മണ്ണാർക്കാട് സ്ഫോടക വസ്തുക്കളുടെ വൻ ശേഖരം പിടികൂടി. ആനമുളി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന് സമീപത്ത് വെച്ച് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് പിടികൂടിയത്. മണ്ണാർക്കാട് നിന്ന് അട്ടപ്പാടി പുതൂരിലേക്ക് കടത്താൻ ശ്രമിച്ച 405 ജലാറ്റിൻ സ്റ്റിക്കുകൾ, 399 ഡിറ്റനേറ്ററുകൾ എന്നിവയാണ് പിടികൂടിയത്. സംഭവത്തിൽ തച്ചമ്പാറ സ്വദേശിയായ സന്ദീപ് പോലീസ് കസ്റ്റഡിയിൽ. അജിത് ബാബു ഉണ്ട് വിവരങ്ങളുമായി. അജിത്, ഇത് അവിടെ നിന്ന് തുടർച്ചയായി ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഈ സന്ദീപിന്റെ പശ്ചാത്തലം എങ്ങനെയാണ് ഇയാളെ പിടികൂടാൻ കഴിഞ്ഞത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില, ഇതിൽ 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, അഖില സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലയിൽ നിന്ന് ഇത്തരത്തിലുള്ള സ്ഫോടക വസ്തുക്കളും പന്നിപ്പടക്കം, ജലാത്തിൻ സ്റ്റിക്കുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്ന സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ്. അപ്പോൾ ഇതിലെല്ലാം ഒരു സമഗ്രമായ അന്വേഷണം വേണമെന്ന ആവശ്യത്തിന് കൂടുതൽ പ്രാധാന്യം ഉണ്ടാവുകയാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ തവണ കണ്ടെത്തിയിരിക്കുന്ന സ്റ്റിക്കുകളുടെ, അതായത് ജലാറ്റിൻ സ്റ്റിക്കുകൾ മാത്രം 405 എണ്ണമാണ്. അതുപോലെ തന്നെ 399 ഡിറ്റനേറ്ററുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ എന്തിനാണ്, എങ്ങോട്ടേക്ക്, എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ അവിടെ ബാക്കിയാണ്. ഇത് നിർമ്മിക്കുന്നത് ആരാണ്, അതിന് പിന്നിൽ ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് രണ്ടാമത്തേത്. മൂന്നാമത്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള സന്ദീപ്, അയാളെ ചോദ്യം ചെയ്ത് വരികയാണ്. 37 വയസ്സാണ്. അയാളുടെ പശ്ചാത്തലം ഉൾപ്പെടെ പരിശോധിക്കുമെന്ന് പോലീസ് ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇതിലൊരു സമഗ്രമായ പരിശോധന വേണമെന്ന ആവശ്യം ഈ ഘട്ടത്തിൽ ശക്തമാണ്. അത്തരത്തിൽ ഈ വിഷയങ്ങളെല്ലാം സമഗ്രമായി പരിശോധിക്കണമെന്നൊരു ആവശ്യമുണ്ട്. ഈ പ്രത്യേകമായ കേസിൽ അട്ടപ്പാടിയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അത്തരത്തിൽ പരിശോധന നടത്തിയതിൽ നിന്നാണ് ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അഖില. ശരി, അജിത് ബാബുവാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്.